ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യായുടെ പുസ്തകം 41 അധ്യായം 9 തിരുവാക്യം. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിരിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, വിദൂര ദിക്കിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു. ആമേൻ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ഈ തിരുവചനം പറയുന്നത് പോലെ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്നത്, കരുതുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന ബോധ്യം പലപ്പോഴും നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ദുഃഖത്തിലും നിരാശയിലും വേദനയിലെല്ലാം ആകോട്ട് പോകുന്നത്. നമ്മൾ ഒരു ദൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ ഇഷ്ടം, സ്നേഹം മനസ്സിലാക്കാതെ നമ്മുടെ ഇഷ്ടങ്ങൾ തേടി, നമ്മുടെ സുഖങ്ങളും സൗകര്യങ്ങളും തേടി പിതാവ് നകന്നു പോയി നാശത്തിലേക്ക് പതിക്കുന്ന പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് കാരണം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആ സ്നേഹവും കരുതലും അനുഭവിക്കാൻ തടസ്സമായി നിൽക്കുന്ന നമ്മുടെ ഹൃദയത്തിലെ വിചാരവികാരങ്ങൾ, ആസക്തികൾ, സുഖഭോഗങ്ങൾ എല്ലാം നമുക്ക് കർത്താവിൻ്റെ തിരുമുമ്പിൽ അടിയുറയ്ക്കാം. പരിശുദ്ധാത്മാ ശക്തിയാൽ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിച്ചറിയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഹല്ലേലൂയ.